വയസ്സുകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്നവർ നിരവധിയാണ്. കൂടെ താമസിക്കാനോ കൂട്ടിനോ ആളില്ലാതെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇങ്ങനെ പ്രായമായ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട്. പ്രായമായവർ പലരും ജീവിതത്തിൽ ഒരു കൂട്ട് ആഗ്രഹിക്കുന്നവരും ഏകാന്ത ജീവിതം ഭയക്കുന്നവരുമാണ്. എന്നാൽ സാഹചര്യങ്ങളാൽ പലരും അത്തരം ജീവിതാവസ്ഥകളിൽ തന്നെ തുടരേണ്ടിയും വരുന്നു. വരും കാലങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെ നാട് നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകളിൽ ഒന്ന് ഇത്തരം ഒറ്റക്കായി പോകുന്ന പ്രായമായവർ ആയിരിക്കും. കുറച്ച് ദിവസം മുമ്പ് ജപ്പാനിൽ ഒരു സംഭവം നടന്നിരുന്നു. അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സംഭവമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജപ്പാനിൽ ഒരു മുത്തശ്ശിയുണ്ട്. കൂട്ടിനാരുമില്ലാതെ ഒറ്റക്കായി പോയ മുത്തശ്ശി. ഈ മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയമായിരുന്നു. തനിക്ക് ആരുടെയെങ്കിലും കൂടെ ജീവിക്കണമെന്നതായിരുന്നു ആഗ്രഹം. അതിനായി അവർ തിരഞ്ഞെടുത്ത വഴിയാണ് നമ്മെ ഞെട്ടിക്കുന്നത്. തനിക്ക് ആരുടെയെങ്കിലും കൂടെ ജീവിക്കാൻ വേണ്ടി മുത്തശ്ശി തിരഞ്ഞെടുത്തത് ജയിൽവാസമായിരുന്നു. അതിനുവേണ്ടി അവർ നിയമം ലംഘിച്ച് ജയിൽവാസം തേടിയിരുന്നു. കാരണം ചോദിച്ചപ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ പേടിയാണെന്നും ജയിലിലാവുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണവും വൈദ്യസഹായവും ഒക്കെ കിട്ടുമെന്നുമാണ് ഈ മുത്തശ്ശി പറയുന്നത്. ജപ്പാനിലെ ടോജിഗി എന്ന വനിതാ ജയിലിലാണ് ഈ സംഭവം നടന്നത്. ജപ്പാനിലെ ഏറ്റവും വലിയ ജയിലാണ് ടോച്ചിഗി. ഏകദേശം 500ഓളം തടവുകാരുള്ള ഈ ജയിലിൽ 5ൽ ഒരാൾ പ്രായമായവരാണെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഒരു നഴ്സിംഗ് ഹോമിൽ അന്തേവാസികളെ എങ്ങനെ പരിചരിക്കുമോ അതുപോലെയാണ് ജയിൽ ജീവനക്കാർ ഇവിടെ തടവ് പുള്ളികളെ ശുശ്രൂഷിക്കുന്നതും. 81 വയസ്സുള്ള ആക്കിയോ എന്ന മുത്തശ്ശിയാണ് ഇപ്പോൾ മനഃപൂർവ്വം തെറ്റ് ചെയ്ത് ജയിലിലേക്ക് അഭയം പ്രാപിച്ചു വന്നിരിക്കുന്നത്. മോഷണമാണ് മുത്തശ്ശി നടത്തിയ കുറ്റം. 2ാമത്തെ പ്രാവശ്യമാണ് ഈ ബാറിന് മുന്നിൽ നിന്നും മുത്തശ്ശിയെ മോഷണക്കുറ്റത്തിന് പൊക്കുന്നത്. ഈ 2 മോഷണങ്ങളും ഇവർ മനഃപൂർവ്വം ചെയ്തത് തന്നെയായിരുന്നു. തന്നെ പിടികൂടി ജയിലിലിടാൻ വേണ്ടി ഈ മുത്തശ്ശി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നുണ്ട്. ആദ്യം മോഷ്ടിച്ചത് തൻ്റെ 60ാമത്തെ വയസ്സിലായിരുന്നു. അന്ന് മോഷ്ടിച്ചതാവട്ടെ ഭക്ഷണവും. അന്ന് പിടിയിലായ ആക്കിയോ മുത്തശ്ശിയെ 2 മാസത്തെ തടവിനു ശേഷം വിട്ടയച്ചു. പിന്നീടുള്ള ജീവിതം തുച്ഛമായ പെൻഷൻ കാശായിരുന്നു. അവസാനം മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായപ്പോഴാണ് മുത്തശ്ശി വീണ്ടും ജയിലിൽ അഭയം തേടാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് വീണ്ടും മോഷ്ടിക്കാൻ പോയത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ജപ്പാനിൽ 2022 80% കൂടുതൽ പ്രായമായ സ്ത്രീ തടവുകാരെയും മോഷണത്തിനാണ് തടവിലാക്കപ്പെട്ടിരിക്കുന്നത്. 65 വയസ്സും അതിൽ കൂടുതലുമുള്ള അന്തേവാസികളുടെ എണ്ണവും ജയിലുകളിൽ 2003 അപേക്ഷിച്ച് ഇപ്പോൾ 4 ഇരട്ടിയോളമാണ്.